നഖങ്ങൾ വൃത്തിയാക്കിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ സാധാരണത്തെ പോലെ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ അല്ല, പകരം ലൈഫ് ഹാക്സുകളാണ് കേട്ടോ. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഹാക്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഹീറോ ഈ കാണുന്ന ടൂത്ത് പേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടൂത്ത് പേസ്റ്റ് കൊണ്ട് അത് എത്ര ഉപകാരം എന്നല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. വീട്ടുജോലിയൊക്കെ ചെയ്ത് കൈയൊക്കെ ആകെ അലമ്പായിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഫസ്റ്റത്തെ ടൂത്ത് പേസ്റ്റ് ഹാക്ക്. അപ്പോൾ നമ്മുടെ നെയിൽസ് എങ്ങനെയാണ് ടൂത്ത് പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നോർമലി അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതും റിസൾട്ട് കിട്ടിയിട്ടുള്ളതും. സോ ഇത് തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങൾ ഏതാണോ നോർമലി യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു ഇത്തിരി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. ഒരു ഹാഫ് ലെമണിൻ്റെ നീര് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം ഇതുപോലെ കിട്ടുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു കയ്യിലേക്ക്, അതായത് നമ്മളിപ്പോൾ വൃത്തികെട്ട് ഇരിക്കുന്ന ഈ ഒരു വിരലിലേക്ക് നമുക്കിത് തേച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക. എന്നിട്ട് നമുക്ക് ഓരോ ഫിംഗേഴ്സിലായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വിരൽ വെച്ചിട്ട് തന്നെ, അതായത് കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. എല്ലാ വിരലിലും ഇതുപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ വിരലും. ഒപ്പം നമ്മളെ ഒരു ബ്രഷ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബ്രഷ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പാർലറിലൊക്കെ പോവില്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും എഫക്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യാം വീട്ടിൽ. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കൈയൊന്ന് വൃത്തിയാക്കി കിട്ടുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ടിട്ട് തന്നെ കൈ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് ഒരു 2-3 മിനിറ്റ്സോളം ചെയ്യണം കേട്ടോ, കൈ നന്നായിട്ട് വൃത്തിയായി വരാൻ. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കൈ. അപ്പോൾ ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇനി നമുക്ക് നൈൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നൈൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് മാച്ച് ബോക്സ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. മാച്ച് ബോക്സും ടൂത്ത് പേസ്റ്റുമാണ് നമ്മുടെ ഇതിലെ താരങ്ങൾ. അപ്പോൾ സാധാരണ മാച്ച് ബോക്സ് നനഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാനത് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ടു എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. എന്നിട്ട് ഇത് എടുത്ത് കത്തിച്ച് നോക്കുകയാണ്. അപ്പോൾ കത്തില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്നാൽ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരികയാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരികയാണ്. ഇതെന്തായാലും കത്താൻ പോണില്ല. പറഞ്ഞ പോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും കത്തിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഹാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാച്ച് സ്റ്റിക്സ് എടുക്കാം. അപ്പോൾ മാച്ച് സ്റ്റിക്സും നമ്മുടെ പേസ്റ്റ് ആണല്ലോ നമ്മുടെ മെയിൻ താരം. പേസ്റ്റ് യൂസ് ചെയ്താലുള്ള ഗുണമാണല്ലോ കാണിക്കണേ. അപ്പോൾ നമുക്ക് പേസ്റ്റിൽ മുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് മുക്കിയിട്ടുണ്ടാവണം. അല്ല ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് അത് വെള്ളത്തിലേക്ക് ഇടാം. കണ്ടില്ലേ, നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരമൊക്കെ വെള്ളത്തിലിടാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കണം. പേസ്റ്റ് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ജസ്റ്റ് ആ വെള്ളത്തിലിട്ടിട്ട് തുടച്ചെടുത്താലും ഇങ്ങനെയൊക്കെ റിസൾട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. ഇത് പേസ്റ്റ് തേക്കുന്നത് കൊണ്ടാണ് റിസൾട്ട് കിട്ടാൻ പോണേ. അപ്പോൾ നമുക്കത് ഈ ഒരു ഹാക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ജസ്റ്റ് കത്തിച്ച് നോക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം കത്താതിരുന്നപ്പോൾ എനിക്കൊന്ന് നെഞ്ഞ് കളി, അയ്യോ ഹാക്ക് വർക്കിംഗ് ആവില്ലേന്ന്. പക്ഷെ കറക്റ്റ് കത്തി കിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാക്ക് വർക്കിംഗ് ആണ്. ഇനി നമ്മുടെ 3rd ഹാക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെ സവാള നന്നാക്കുക, സവാള അരിയുക, പിന്നെ ചെറിയ ഉള്ളി നന്നാക്കുക, വെളുത്തുള്ളി നന്നാക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാക്കുക മീൻസ് നിങ്ങളുടെ നാട്ടിൽ ഇനി എങ്ങനെയാണ് പറയാമെന്നറിയില്ല, ശരിയാക്കുക. എങ്ങനെയായാലും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വൃത്തികെട്ട സ്മെല്ല് വരും. വൃത്തികെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേറ്റിംഗ് സ്മെല്ലായിരിക്കും പലർക്കും അത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. ടൂത്ത് പേസ്റ്റ് ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അളവ് കൂടിപ്പോയോ എന്നൊരു സംശയം. അത്ര അളവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിരി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്മെല്ല് പോകുന്നവരെയും നമുക്ക് ഒരു 2 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഹാക്ക് വർക്കിംഗ് ആണോ എന്നുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഹാക്ക്. അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ജസ്റ്റ് കാണിച്ചു തരികയാണ്. വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ നന്നായി തുടച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് ഫ്രഷ് ഫീൽ കിട്ടും. വാവ്, സൂപ്പർ ഗൈസ്, ഈ ഒരു ഹാക്ക് അടിപൊളിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഫോണൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് സ്ക്രീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അതിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതായത് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ.
ആഹാ നല്ല രസമാട്ടോ ഇതിങ്ങനെ ആക്കി കൊടുക്കാൻ. അപ്പം ഞാൻ മൊത്തം നമ്മൾ ഫേസിലൊക്കെ ഓരോ ക്രീംസും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്ന മാതിരി ഫോണിലൊരു ഫേഷ്യൽ അങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഫോൺ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൺ എടുത്തിട്ട് വേണം ഇതിങ്ങനെ മെല്ലെ മെല്ലെ തുടച്ചു കൊടുക്കാം. ഫോൺ കേടായി പോയിട്ട് ഞാൻ പറഞ്ഞെന്ന ഹാക്ക് യൂസ് ചെയ്തിട്ട് ഫോൺ കേടാക്കി എന്നൊന്നും പറയരുത് കേട്ടോ. അതുകൊണ്ട് മെല്ലെ മെല്ലെ തുടച്ചു കൊടുത്താൽ മതി. അപ്പം ഒറ്റയടിക്കൊന്നും പോവില്ല. ഒരു 2 തവണയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ആ ഒരു വൃത്തിക്ക് അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കോട്ടൺ പീസും എടുത്തിട്ട് ഞാൻ തുടക്കുന്നുണ്ട്. പിന്നെ അതും മൊത്തമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ലാസ്റ്റ് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു ടർക്കിയോ ഒക്കെ യൂസ് ചെയ്യായിരിക്കും ബെറ്റർ. അങ്ങനെ ഫോണിനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഹാക്ക്. അപ്പോൾ സെയിം പ്രോസസ്സ് നമുക്കിതാ ഇതുപോലെ പഴയ CD ഒക്കെ വൃത്തിയാക്കാനുണ്ടെങ്കിൽ പിന്നെ ഇതാ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ ഇതാ ബഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ക്യാമറയുടെ ഭാഗമൊക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പേസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ലൈഫ് ഹാക്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് ഹാക്സുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ.